ഉദ്ദേശിക്കുന്നത് കപ്പപ്പുഴുക്കും മീൻകറിയും ഉണ്ടാക്കാനാണ്. എന്തായി തീരുന്ന വീഡിയോയുടെ അവസാനം നമുക്കറിയാം. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ മുഖം കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, പുറത്ത് നല്ല മഴയുണ്ട്. അപ്പോൾ കപ്പപ്പുഴുക്കും മീൻകറിയും ചെറിയ കട്ടനും കഴിക്കാനൊരാഗ്രഹം. അപ്പം അങ്ങനെ ഞാൻ പോയി കപ്പയൊക്കെ മേടിച്ചിട്ട് വന്നു, മീനൊക്കെ മേടിച്ചിട്ട് വന്നു. അപ്പം ഇനിയിപ്പോൾ കപ്പപ്പുഴുക്കും മീൻകറി ഉണ്ടാക്കാം. ഇതിൽ ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് കപ്പപ്പുഴുക്കും മീൻകറി ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായി തീരും, എങ്ങനെയായി തീരും എന്നൊന്നും അറിയത്തില്ല. എനിക്ക് കുക്കിംഗ് അറിയത്തില്ല. അപ്പോൾ നമുക്ക് നോക്കാം എവിടെ വരെ എത്തും എന്നെനിക്കറിയില്ല. അപ്പോൾ ഈ വീഡിയോ ബ്ലൂപ്പർ ആയിരിക്കുമോ ശരിക്കത്തെ വീഡിയോ ആയിരിക്കുമോ എന്നുള്ളത് അവസാനം അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ കപ്പപ്പുഴുക്കിന് വേണ്ടിയിട്ട് കപ്പ ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മീൻകറിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൊടമ്പുളി വെള്ളത്തിലിട്ടതും. ഞാൻ മുളകിട്ട മീൻകറിയാണ് ഉദ്ദേശിക്കുന്നത്. മത്തിയുണ്ട്. പിന്നെ ഇതും നമ്മുടെ കപ്പപ്പുഴുക്കിനാണ്, അരപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കപ്പ വേവിക്കാൻ വെക്കാം. ഓക്കെ, വെള്ളം ചൂടായിട്ട് ഞാൻ ഇവിടെ കപ്പ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കപ്പയിലേക്ക് ഇടാം. കലത്തിനകത്ത് വെള്ളം വെച്ചിട്ട് അതിലോട്ട് കപ്പ ഇടാം. ആക്ച്വലി കപ്പ ഇട്ടിട്ടാണ് വെക്കുന്നത്. നോക്കാം, കപ്പ ഇടാം. കപ്പ ഇട്ടു. ഇനി വേവട്ടെ. ചട്ടി ഇല്ലാത്ത തൽക്കാലം നമുക്ക് ഇത്തവണ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ മീൻകറി ഉണ്ടാക്കാം. ചട്ടിയില്ല ഗൈസ്, നമുക്കിതിലുണ്ടാക്കി നോക്കാം. കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടത് മിക്സ് ചെയ്യണം. അപ്പോൾ ആദ്യം കുറച്ച് മുളക് പൊടി ഇടുക, എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇടുക. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക, ഉപ്പും ആഡ് ചെയ്ത് എണ്ണയൊഴിച്ച് വെള്ളമൊഴിച്ച് നല്ലോണം മിക്സ് ചെയ്യുക. മുളക് പേസ്റ്റ് റെഡിയായി. ഇത് കൊടമ്പുളി ഇട്ട വെള്ളം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ഇത് നമുക്ക് നല്ലോണം ചതച്ചെടുക്കാം. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ മീൻ കറിക്കകത്ത് ആഡ് ചെയ്യുന്നത്. റെഡിയാക്കി വെച്ചിരിക്കുന്ന മുളക് പേസ്റ്റും കൊടമ്പുളി ഇട്ട വെള്ളം വിത്ത് കൊടമ്പുളി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് മീനിടാം. മീനിട്ട് കൊടുക്കുക. ഗൈസ്, എൻ്റെ മീൻകറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. മീൻകറി ഒരു സക്സസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ എൻ്റെ കപ്പ പണിപാളി. കുക്കറിലേക്ക് വീണ്ടും കപ്പ എടുത്തിട്ടു. ഇത് സക്സസ് ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം കപ്പ വെന്തില്ല. കുക്കറിന് വിസിലടിക്കാനാണ് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കുക്കർ വിസിലടിക്കുന്നു.
ഗൈസ് ഞാനിത് ചെയ്തിരുന്നു. തേങ്ങയും കപ്പ റെഡിയായി. ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. അങ്ങനെ നമ്മുടെ കപ്പപ്പുഴുക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതിനോടൊപ്പം കഴിക്കാൻ മുളകിട്ട മീൻകറിയും റെഡിയായി. മഴയത്ത് ഇതൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. ഞാനൊന്ന് കഴിച്ച് തീർക്കട്ടെ. അപ്പം ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.